ഹായ് കൂട്ടുകാരെ. അപ്പോൾ തമ്മിൽ കണ്ടല്ലോ, കപ്പയാണ് ഇന്നത്തെ താരം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയാണ്. അതിനകത്തുനിന്നൊരു 4 ചുവട് കപ്പ നമ്മൾ ഇന്ന് പിഴുതെടുത്ത് ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു 4 മണി പലഹാരം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവം തന്നെയാണ് കപ്പ. കപ്പ വേണ്ട എന്ന് ആരും പറയത്തില്ല, കാരണം അത്ര രുചിയാണ്. അതും വീട്ടിലുള്ളതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ വീട്ടിൽ നട്ട് മുളപ്പിച്ച കപ്പയാണ്. അമ്മയാണ് ഇതിൻ്റെ എല്ലാം പണിപ്പുരയിലുള്ള ആൾ. അപ്പോൾ കപ്പ പറിക്കാൻ സഹായത്തിന് ചേട്ടനും എത്തിയിട്ടുണ്ട്. ചേട്ടനാണ് ഇങ്ങനെ എന്താ പറയുക, വലിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്ന ആൾ. കൂട്ടത്തിൽ ബലവാൻ എന്നൊക്കെ പറയില്ലേ, അത് ചേട്ടനാണ്. അവധി ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതിനുള്ള കണക്കനുസരിച്ച് ഒരു 4 ചുവട് കപ്പയാണ് നമ്മൾ പിഴുതെടുത്തേക്കുന്നത്. കുഞ്ഞുകുട്ടികൾക്ക് ഇതൊക്കെ കാഴ്ചകളായതുകൊണ്ട് അത് ചുറ്റിപ്പറ്റി അവരുണ്ട്. അപ്പോൾ കപ്പകളെല്ലാം പിഴുതെടുത്ത് അതിനകത്തുനിന്ന് കപ്പ വേർപ്പെടുത്തി അതിനകത്ത് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് ബാക്കിയുള്ള ചുവട് നമ്മൾ ആ കുഴിയിൽ തന്നെ കുഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കാരണം ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും അതിനകത്ത് തന്നെ കുഴിച്ചു വെക്കുന്നു. അപ്പോൾ കപ്പയിലുള്ള മണ്ണെല്ലാം ചെളിയും എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ കപ്പ ഓരോ സെക്ഷനായിട്ട് മുറിച്ചിടുകയാണ്. ഓരോന്നും മുറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ കപ്പയുടെ തോല് മുറിച്ചെടുക്കുന്നത്. തോല് മുറിച്ചെടുത്താൽ എല്ലാവർക്കും അറിയാം എന്താ ചെയ്യുക എന്നുള്ളത്. തോല് എല്ലാം നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി ഒരു ചരുവല്ല, അതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി നല്ല നീറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഐറ്റം കൊത്തിയരിയുക എന്നുള്ളതാണ്. കഴുകി നമ്മൾ തൊലിയെല്ലാം കഴിഞ്ഞു. ഇനി കൊത്തിയരിഞ്ഞ് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കാണ് കേട്ടോ ആ പാത്രത്തിൽ. അതിനുശേഷം നമ്മൾ 2-3 വട്ടം വെള്ളത്തിലിട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. കാരണം എന്തെങ്കിലും പൊടിയോ തരുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊക്കോട്ടെ എന്ന രീതിയിൽ 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകുന്നുണ്ട്. കാരണം നിറച്ച് പാത്രം ആയതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് തൂകി പിന്നെ ആ പാത്രം മാറ്റി അങ്ങനെയായിട്ട് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ എന്നിട്ട് കഴുകി മാറ്റി വെച്ചേച്ച് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും, ഈ തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ ആ ഒരളവിലാണ് എടുത്തേക്കുന്നത്. തേങ്ങയും ചെറിയ ഉള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും 2 പാത്രത്തിലാണ് വേവിക്കാൻ വെച്ചത്. 2 പാത്രത്തിലും വെള്ളം നന്നായിട്ട് തിളച്ചെന്ന് വെച്ചാൽ ഒരു ചെറിയ ചൂട് വരുന്ന അളവിൽ വെച്ചേച്ചും നമ്മൾ കപ്പ ഇടുവാണ്. അപ്പോൾ ഈ ആദ്യം കാണുന്ന പൂണിയിൽ നിറച്ച് കപ്പയും രണ്ടാമത്തെ സെക്ഷനിൽ കുറച്ച് കപ്പയായിരുന്നു വെച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കപ്പയ്ക്ക് വേകാനുള്ള സ്ഥലം ആ പൂണിക്കകത്തില്ലാത്തതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് കുക്കറിലോട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരുന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വറുക്കാനുള്ള വറവും അരയ്ക്കാനുള്ള അരപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ചതച്ചെടുക്കാനായിട്ട് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ച് നന്നായിട്ട് അരയേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ വറുക്കാനായിട്ട് പറഞ്ഞ പോലെ കുഞ്ഞുള്ളിയും ഉണക്കമുളകും കേട്ടോ, എരിവ് കുറവുള്ള മുളകാണ് എടുത്തേക്കുന്നത്. അതും കൂടിയിട്ട് നമ്മൾ മൂപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അരച്ച് വെച്ച പാകം. അപ്പോൾ നമ്മൾ ചെറിയ ചരുവം വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ആ സാധനമാണ്. അത് പെട്ടെന്ന് വെന്ത് കിട്ടി. വലിയത് നോക്കി ഇരുന്നിട്ടും വെന്തില്ല. അവസാനം അത് നമ്മൾ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. കുക്കറിൽ വിസിലടിച്ചില്ല, അതിന് മുമ്പ് തന്നെ ഇങ്ങ് മാറ്റി കേട്ടോ. അതിനു മുമ്പ് ഈ സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അമ്മ ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. 10 മിനിറ്റിനുള്ളിൽ അത് വെന്ത് നമുക്ക് അരിച്ച് വെള്ളം തൂക്കി മാറ്റാൻ പറ്റി. അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കടുക് വറുത്ത ഐറ്റമാണ്. എണ്ണ ചൂടാക്കി കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് നല്ല ബ്രൗണിഷ് കളറാകുന്ന വരെ അത് മൂപ്പിച്ച് കിട്ടണം. അപ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കലാപരിപാടികളൊക്കെ ആ സൈഡിൽ കിടക്കുന്നു. കുക്കറിൽ വേവിക്കുന്നതിൻ്റെ കപ്പ ഒരു സൈഡിൽ കിടക്കുന്നു. കഥ പറഞ്ഞു കാര്യം പറഞ്ഞു ഒക്കെയാണ് ഈ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് അതിനകത്തോട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ആ സൗണ്ട് മാറ്റി ഇവിടെ വോയിസ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടൊക്കെ. അത് ഇവിടെ അടുത്ത അമ്പലമുണ്ട്. അമ്പലത്തിലെ ഗാനമേള നടക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മുടെ വീട്. അതുകൊണ്ടാണ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുന്നത് ആ സൗണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് മൂപ്പിച്ച് ഈ ഒരു ബ്രൗണിഷ് കളറിലോട്ട് ഒക്കെ ആവുന്നുണ്ട്. ഒരു പകുതി സെക്ഷൻ നമുക്ക് ആവശ്യമുള്ള ആ ഒരു മൂപ്പ് മാറുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തങ്ങ് മാറ്റിയേക്കണം. അപ്പോൾ കുക്കറിലിട്ട സാധനം
വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്തിട്ടും ഇച്ചിരി ഒന്ന് കുഴഞ്ഞു പോയി. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളത് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് അരപ്പുണ്ടായിരുന്നല്ലോ അതൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മറ്റേ പാത്രത്തിലിരുന്ന കപ്പയും കൂടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ ഓക്കെ ആയപ്പോഴത്തേക്കും ഓക്കെ കഴിക്കാനുള്ള പരുവമൊക്കെ ആയി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചായക്കിട്ടുള്ള കടി എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡും വീട്ടിലുണ്ടാക്കുന്ന ഫുഡും തമ്മിലുള്ള വ്യത്യാസം ഇത് കഴിക്കുമ്പോൾ അറിയാം. നിങ്ങളും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. 2-3 കപ്പ ചൂടൊക്കെ വെച്ചിട്ട് അതിനകത്ത് നിന്ന് കപ്പയെടുത്ത് വിളവെടുത്ത് നമ്മൾ തന്നെ വെച്ച് മാറ്റുമ്പോൾ അതിൻ്റെ രുചി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ കണ്ടല്ലോ, മറ്റേ പാത്രത്തിലുണ്ടായിരുന്ന കപ്പ എടുത്ത് വീണ്ടും ഇതിനകത്തോട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇഞ്ചപ്പരിപ്പ് പോലെ ചതച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് അമ്മ കേട്ടോ. കാരണം ആരും ചീത്ത പറയരുതല്ലോ, ഞങ്ങളല്ലേ കഴിക്കുന്നത്. എന്നാലും വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ട് അമ്മയെ സോപ്പിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച്, പാവത്തിന് കൈയൊന്നും വയ്യ എന്നാലും പറഞ്ഞതുകൊണ്ട് എല്ലാം ചെയ്തു തരും. അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അതും ആ എണ്ണയോട് കൂടി തന്നെയാണ് കേട്ടോ യോജിപ്പിക്കുന്നത്. അതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ആ കുഴമ്പ് പരുവത്തിൽ നമുക്ക് ഇച്ചിരി അച്ചാറോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് വെറുതെ ചായയുടെ കൂടെ തിന്നാനാണെങ്കിലും നല്ലതാണ്. ഇച്ചിരി അച്ചാർ, അത് മാങ്ങ അച്ചാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അന്യായ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.